സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആറ്റം എന്താണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചു അല്ലേ. നമ്മുടെ എല്ലാ സബ്സ്റ്റൻസിനെയും നമ്മൾ ചെറുതാക്കി മുറിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം അതിൻ്റെ പാർട്ടിക്കിൾസ് കിട്ടും. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചാണല്ലേ. അതിൻ്റെ പാർട്ടിക്കിൾസ് ഏറ്റവും ചെറിയ കണികകൾ കിട്ടും. അതിനെ വീണ്ടും നമ്മൾ ചെറുതാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവസാനം അത് എലമെൻറ്റ്സ് കിട്ടും. എലമെൻറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ആ എലമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് ആറ്റം. അതായത് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ്റെ ഏറ്റവും ചെറിയ ഒരു കണിക, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരു കണിക, അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റം, നൈട്രജൻ ആറ്റം, ക്ലോറിൻ ആറ്റം, കാർബൺ, സോഡിയം, പൊട്ടാസ്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേർഡ്സ്, ഒരുപാട് ആറ്റംസ് നിങ്ങൾക്ക് ഫെമിലിയറാണ്. ആറ്റം എണ്ണാനും ആറ്റത്തിൻ്റെ എണ്ണം എടുക്കാനും ഒക്കെ നമ്മൾ പഠിച്ചാണ്. കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനൊക്കെ പഠിച്ചാണ്. അതൊക്കെ ഒന്ന് ഓർമ്മ വരണം പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആറ്റം ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം എന്ന്. ഇത് നമ്മളല്ല പറഞ്ഞത്, ഇത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പണ്ട് കാലത്ത് കണ്ടുപിടിച്ച കാര്യമാണ്. എന്താണ് ആറ്റം? അദ്ദേഹമാണ് ഒരു ആറ്റോമിക് തിയറി ഉണ്ടാക്കിയത്. ആറ്റത്തിനെ പറ്റി ഒരു തിയറി ഉണ്ടാക്കി ആദ്യമായിട്ട് ജോൺ ഡാൾട്ടൺ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. എന്താ? ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. അല്ലെങ്കിൽ ഓൾ സബ്സ്റ്റൻസസ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ആറ്റവും ഒരുപോലെ തന്നെയാണ്. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റവും ഒരുപോലെ തന്നെയാണ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് തമ്മിൽ ഡിഫറൻ്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡാൾട്ടൺ പറഞ്ഞു തന്നു. അറ്റോമിക് തിയറി എന്ന് പറഞ്ഞിട്ട് ആദ്യ കാലത്തൊരു അറ്റോമിക് തിയറി, ഒരു തിയറി ഉണ്ടാക്കി. പക്ഷേ പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകൾ തെളിയിച്ചു അതിൽ ഡാൾട്ടൺ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ശരിയല്ല. ചില കാര്യങ്ങൾ ശരിയാണ്, കൂടുതൽ കാര്യങ്ങൾ ശരിയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ ചില മിസ്റ്റേക്സ് ഉണ്ട്. അന്നത്തെ കാലമാണ്, അല്ലെങ്കിൽ സയൻസ് അങ്ങനെയാണ്. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവ് കിട്ടിക്കഴിയുമ്പോൾ ചില ചേഞ്ചസ് ഒക്കെ വരാം, ചില മാറ്റങ്ങളൊക്കെ വരാം. ഓക്കെ, സയൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എപ്പോഴും. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ ആറ്റത്തിനെ പറ്റി ജോൺ ഡാൾട്ടൺ പറഞ്ഞ കാര്യം ആറ്റം ഈസ് ഇൻഡിവിസിബിൾ എന്നാണ്. പക്ഷേ പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകൾ തെളിയിച്ചു ആറ്റം ഈസ് നോട്ട് ഇൻഡിവിസിബിൾ, ആറ്റം ഈസ് ഡിവിസിബിൾ. ആറ്റത്തിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആറ്റം ഒരു ചെറിയ പാർട്ടിക്കിളാണ്, നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ല. പക്ഷേ ആറ്റത്തിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റും. എങ്ങനെ? ആറ്റത്തിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ അറിയപ്പെടുന്ന പേര്, നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ്. എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയും? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആറ്റം എന്താണ് നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞു. ഓക്കെ, ആറ്റം, മോളിക്യൂൾ, ആറ്റംസ് ചേരുമ്പോൾ മോളിക്യൂൾ ഉണ്ടാവുന്നൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആറ്റത്തിനെ നമ്മൾ മോളിക്യൂൾ എന്ന് പറയും. അല്ലെങ്കിൽ ആറ്റംസ് ചേരുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ മോളിക്യൂൾ എന്ന് പറയാം. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾ. ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആറ്റത്തിനകത്ത് 3 പാർട്ടിക്കിൾസ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ പാർട്ടിക്കിൾ പ്രോട്ടോൺ എന്ന് പറയും. പ്രോട്ടോൺ, അതിന് പോസിറ്റീവ് ചാർജാണ്. രണ്ടാമത്തത് ഇലക്ട്രോൺ എന്ന് പറയും, നെഗറ്റീവ് ചാർജാണ്. മൂന്നാമത്തത് ന്യൂട്രോൺ എന്ന് പറയും, അതിന് ചാർജ് ലെസ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ പേര് തന്നെയുണ്ട് അല്ലേ. ചാർജ് ലെസ് ആണ്, ചാർജ് ഇല്ല. അപ്പോൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഒന്ന് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പി പോസിറ്റീവ്, പ്രോട്ടോൺ പോസിറ്റീവ്. ഇലക്ട്രോൺ നെഗറ്റീവ്. പിന്നെ ന്യൂട്രോണോ? ചാർജ് ലെസ്. അപ്പോൾ ഇതാണ് ആറ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ കാര്യം ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിൻ്റെ ചാർജിൽ. ഇത് കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരും കൂടെ ഓർത്തിരുന്നു. പ്രോട്ടോൺ കണ്ടുപിടിച്ച ആളിൻ്റെ പേര് റുദർഫോർഡ് എന്നാണ്. ഏണസ്റ്റ് റുദർഫോർഡാണ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളിൻ്റെ പേര് ജെ തോംസൺ എന്നാണ്. ജെ തോംസൺ. അതുപോലെ ന്യൂട്രോൺ കണ്ടുപിടിച്ച ആളിൻ്റെ പേര് ജെയിംസ് ചാഡ്വിക് എന്നാണ്. ജെയിംസ് ചാഡ്വിക്. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് റുദർഫോർഡ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ജെ തോംസൺ, ന്യൂട്രോൺ ചാർജ് ലെസ് ആര്? ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഓർത്തിരിക്കുക. എന്താണ് നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി. ഇനി ഇത് ഓരോന്നും കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി വില്യം ക്രൂക്സ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ്, ഒരു കഥ പോലെ അങ്ങ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ട്യൂബ് എന്ന് വെച്ചാൽ എന്ത് ട്യൂബാണ്? ഒരു ഗ്ലാസ് ട്യൂബ്, ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ട്യൂബ്. ഓക്കെ, ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ട്യൂബ്. ഈ ട്യൂബിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാക്വം പമ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. എങ്ങോട്ടേക്കാണ്? ഒരു വാക്വം പമ്പിലേക്ക് കണക്ട് ചെയ്യും. വാക്വം പമ്പിലേക്ക് എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ എയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു വാക്വം പമ്പിലേക്ക്, എയർ റിമൂവ് ചെയ്യാൻ വേണ്ടി വാക്വം പമ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട് ഇവിടെ താഴെ.
ഓക്കെ, പിന്നെ അതുപോലെ ഇതിനകത്ത് 2 ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോഡ്സ് ഒരു ഹൈ വോൾട്ടേജ് ഉള്ള പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിരിക്കുകയാണ്. നെഗറ്റീവ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു, ഈ ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തു. ഈ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിനെ പറയുന്ന പേര് കാഥോഡ് എന്നാണ്. പോസിറ്റീവിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തിനെ പറയുന്ന പേര് ആനോഡ് എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അദ്ദേഹം ചെയ്ത്. വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ്. ഡിസ്ചാർജ് ട്യൂബ് എടുത്തു, അത് 2 സൈഡിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡും രണ്ടാമത്തത് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡും. ഇത് രണ്ടും അങ്ങനെ വെച്ചു. താഴെ ഒരു ചാർജും കൊടുത്തപ്പോഴത്തേക്കും സംഭവിച്ചു. ഹൈ വോൾട്ടേജ് ആണ് കൊടുത്തത്. വോൾട്ടേജ് കൊടുത്തപ്പോഴത്തേക്കും ഒന്നും സംഭവിച്ചില്ല, കാരണം ഡിസ്ചാർജ് ട്യൂബിനകത്ത് എയർ ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹം എന്ത് ചെയ്തു? വാക്യൂം പമ്പ് കണക്ട് ചെയ്തു. അതിനുള്ള എയറിനെ പതിയെ റിമൂവ് ചെയ്തു. എയറിനെ റിമൂവ് ചെയ്തിട്ട് അതിൽ ഇവാക്യുവേറ്റ് ചെയ്തു. അതായത് അതിനകത്ത് വാക്യൂം എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നു. വാക്യൂം എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നപ്പോഴത്തേക്കും അദ്ദേഹം കണ്ടെത്തി ഇതിനകത്തൊരു ഈ ഭാഗത്തായിട്ട് ആനോഡിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഗ്ലോ കാണുന്നുണ്ട്. ഒരു പച്ച നിറത്തിലുള്ള ഗ്രീൻ കളറിലുള്ള ഒരു ഗ്ലോ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഓക്കെ, ആനോഡിൻ്റെ അടുത്ത് ഗ്ലോ വരണമെങ്കിൽ അത് കാഥോഡിൽ നിന്ന് വരുന്ന ഏതോ റേസ് ആണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. കാഥോഡിൽ നിന്ന് വരുന്ന റേസ് കൊണ്ടാണ്, അതിന് കാരണമാണ് ആനോഡിൻ്റെ അവിടെ ഗ്ലോ വരുന്നുണ്ട്, പച്ച വെളിച്ചം വരുന്നുണ്ട്. അതിന് കാരണം കാഥോഡിൽ നിന്നുള്ള റേസ് ആണ്. ആ റേസിനെ അദ്ദേഹം കാഥോഡ് റേസ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. അതിലേക്ക് ഹൈ വോൾട്ടേജിൽ കറണ്ട് കൊടുത്തു, ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പോൾ സംഭവിച്ചു, അതിനകത്ത് ആനോഡിൽ ഒരു വെളിച്ചം വന്നു. അതിന് കാരണം കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആണ്. ആ റേസിന് അദ്ദേഹം കാഥോഡിൽ നിന്ന് വരുന്നതുകൊണ്ട് കാഥോഡ് റേസ് എന്ന് കൊടുത്തു. കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ചാർജുള്ള റേസ് ആണെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള റേസ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ കാഥോഡ് റേസ് എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ടേം നമ്മൾ പഠിക്കുകയാണ്. കാഥോഡ് റേസ്, ഇങ്ങനെയാണ് കാഥോഡ് റേസ് ഉണ്ടായത്. കാഥോഡ് റേസിൻ്റെ പ്രത്യേകത, 4 പ്രത്യേകതകൾ നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, കാഥോഡ് റേസ് ഹാവ് മാസ്. കാഥോഡ് റേസിന് മാസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് റേസ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ ട്രാവൽ ചെയ്യത്തുള്ളൂ, സഞ്ചരിക്കത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം, കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജാണുള്ളത്, കാരണം കാഥോഡിൽ നിന്നല്ലേ ഉണ്ടാവുന്നത്. ഇനി 4ാമത്തെ കാര്യം, കാഥോഡ് റേസിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നു. ഒരു മാഗ്നറ്റ് നമ്മളിവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം 4 കാര്യങ്ങൾ. ഒന്ന് എന്താണ്? കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, കാഥോഡ് റേസ് ഹാവ് മാസ്, കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ആൻഡ് കാഥോഡ് റേസ് ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. അല്ലേ? അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് കാഥോഡ് റേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിരിക്കാം. അപ്പോൾ ഇതാണ് നെഗറ്റീവ് ചാർജുള്ള ഈ കണങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അതിൽ നിന്ന് കൂടുതൽ എക്സ്പെരിമെൻ്റ് നടത്തി ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് കണ്ടെത്തി? ഇലക്ട്രോൺ കണ്ടെത്തി. അതായത് ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് വില്യം ക്രൂക്സ് കണ്ടെത്തിയപ്പോൾ അതിനെ കൂടുതൽ എക്സ്പെരിമെൻ്റ് നടത്തി. അത് ഇലക്ട്രോൺസ് ആണ്, നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ്, ഇലക്ട്രോൺസ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ആൾ ജെ തോംസൺ ആണ്. അപ്പോൾ ജെ തോംസൺ അത്രയും ചെയ്തിട്ട് വെറുതെ ഇരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ആറ്റം മോഡൽ ഉണ്ടാക്കി. ആ ആറ്റം മോഡലിനെ പറയുന്ന പേരാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. എന്താണ് അതിൻ്റെ പേര്? പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുഡിംഗ് എന്ന് പറഞ്ഞാൽ കേക്കല്ലേ, നമ്മുടെ ക്രിസ്മസിനൊക്കെ കിട്ടുന്ന കേക്കില്ലേ, പ്ലം കേക്ക്. ആ പ്ലം കേക്ക് പോലെയാണ് ആറ്റം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സ്ഫിയറിൻ്റെ രൂപത്തിൽ, ഒരു ബോളിൻ്റെ രൂപത്തിൽ, ഫുട്ബോളിൻ്റെ രൂപത്തിൽ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും? അതാണ് ആറ്റം എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞ പ്ലം പുഡിംഗ് പോലെയാണ്. അതിൽ ആ കറുത്തിരിക്കുന്ന കേക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, പ്ലമ്മിൻ്റെ ഭാഗം, പ്ലം കേക്കിൻ്റെ ആ ഭാഗം, അത് പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറാണ്. അതിൽ അവിടെയായിട്ട് കുറേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ കാണുമല്ലോ, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പൊക്കെ, നട്ട്സ് അതൊക്കെ ഇടണമല്ലോ, അതാണ് ഇലക്ട്രോൺസ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറാണ് ആറ്റം. അതിൽ അവിടെയായിട്ട് എന്തിട്ടിട്ടുണ്ട്? ഇലക്ട്രോൺസിനെ വാരി വിതറിയിട്ടുണ്ട് എന്നാണ് ആര് കണ്ടുപിടിച്ചത്? ജെ തോംസൺ പ്രപ്പോസ് ചെയ്ത്. ഹി പ്രപ്പോസ്ഡ് ആറ്റം മോഡൽ കോൾഡ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. According to Plum pudding model, atom is a positively charged sphere. Electrons are embedded in that sphere. Electrons അതിൽ എംബഡ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ആദ്യം കണ്ടുപിടിച്ചത് ജെ തോംസൺ. അന്നത്തെ കാലത്താണെന്ന് ഓർക്കണം, വേറെ ഒരു ആറ്റം മോഡലും ഇല്ല അതിനു മുമ്പ്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ തെറ്റുകളുണ്ട്. അതായത് ഇതൊരു തണ്ണിമത്തൻ പോലെ, ഒരു വാട്ടർ മെലൺ പോലെയാണ്. അതിനകത്ത് ചുമന്ന ഭാഗം മുഴുവൻ എന്താണ്? പോസിറ്റീവ് ചാർജാണ്. അവിടെയായിട്ട് ഇതിൻ്റെ അരി കാണുമല്ലോ, ഈ അരി അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ കുരു, അതാണ് സീഡ്സ്. ഇതാണ് ഇലക്ട്രോൺ എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. അതല്ല നമുക്കറിയാം അല്ലേ? അപ്പോൾ എന്തായാലും കുറേ ക്വസ്റ്റ്യൻസിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആൻസർ കൊടുക്കാം. സയൻസിൽ വെറുതെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. സയൻറ്റിസ്റ്റിന് വരുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോകണം. അതൊന്നും ക്ലിയർ ചെയ്യാൻ ഈ മോഡലിന് കഴിഞ്ഞില്ല. സോ ഇറ്റ് വാസ് റിജക്റ്റഡ്. അത് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്യപ്പെട്ടു.
അന്നത്തെ കാലത്ത്. അപ്പോഴാണ് മറ്റൊരു സയൻറ്റിസ്റ്റ്, ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിന് മുമ്പ് ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഈ ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് കണ്ടെത്തിയിരുന്നു. ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് ഈ ഗോൾഡ്സ്റ്റീൻ കണ്ടെത്തി. അതിനുശേഷം വന്ന ഈ ഏണസ്റ്റ് റുദർഫോർഡ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ് നടത്തിയത്. അതിന് പറയുന്ന പേര് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്നാണ്. ആരാണ് നടത്തിയത്? ഏണസ്റ്റ് റുദർഫോർഡും അദ്ദേഹത്തിൻ്റെ കൂടെ 1-2 പേരും ഉണ്ടായിരുന്നു. നിങ്ങൾ റുദർഫോർഡിൻ്റെ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അലൂമിനിയം ഫോയിലൊക്കെ പോലെയുള്ള വളരെ കട്ടി കുറഞ്ഞ ഗോൾഡിൻ്റെ ഷീറ്റ്, അതാണ് ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ഗോൾഡ് ഫോയിൽ എടുത്ത് ഒരിടത്ത് ഫിക്സ് ചെയ്തങ്ങ് വെച്ചു. ഒരു ഗോൾഡ് ഫോയിൽ എടുത്ത് വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിന് ചുറ്റും ഒരു തിന്നായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം കൊണ്ട് ഇതിനെ അങ്ങ് കവർ ചെയ്തു. ഒരു തിന്നായിട്ടുള്ള ഫോട്ടോഗ്രാഫിക് ഫിലിം, വളരെ മനോഹരമായിട്ടുള്ള പുസ്തകം, പടം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഞാനത് റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളല്ല അയാൾ ചെയ്തത്, ആരാണ്? റുദർഫോർഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിന്നായിട്ടുള്ള, വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു, അതിനെ ഒരിടത്ത് പ്ലേസ് ചെയ്തു. അതിന് ചുറ്റും ഒരു തിന്നായിട്ടുള്ള ഫോട്ടോഗ്രാഫിക് ഫിലിം കവർ ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ലേസർ അടിക്കുന്നത് പോലെ ആൽഫ റേസിനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യിച്ചു. ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള റേസ് ആണ് ആൽഫ റേസ്. ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ റേസിനെ എങ്ങോട്ടേക്ക്, ആൽഫ റേസിനെ എങ്ങോട്ടേക്ക് പാസ് ചെയ്യിച്ചു? ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ പാസ് ചെയ്യിച്ചു. എന്നിട്ട് ഒബ്സർവ് ചെയ്തു. അദ്ദേഹം കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റേസും നേരെ തന്നെ പോയി ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് വീഴുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ റേസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ. ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ തന്നെ പോകുന്നുണ്ട് കൂടുതൽ. ഇപ്പോൾ 100 റേസ് പോയി കഴിഞ്ഞാൽ ഒരു 80 നേരെ പോകുന്നുണ്ട്. 100 എഴുതിയിരിക്കുന്നത് 100 അല്ല പോകുന്നത്, ഇഷ്ടം പോലെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. കൂടുതലെണ്ണോ നേരെ പോകുന്നുണ്ട്. ചിലത് മാത്രം ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലതിന് മാത്രം ചെറിയ ഡിഫ്ലക്ഷൻ, അവിടെ എവിടെയായിട്ട് ചെറിയ ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്. 100 പോയി കഴിഞ്ഞാൽ അതൊരു 10 ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. 10-15 ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് വളരെ റെയറായിട്ട് ചിലത് തട്ടി തിരിച്ചു വരുന്നത്, റീബൗണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബൗൺസ് ബാക്ക്, തട്ടി തിരിച്ചു വരുന്നുണ്ട്. ഇതും അദ്ദേഹം കണ്ടു. അപ്പോൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തത്? 3 കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, കൂടുതൽ റേസ് നേരെ തന്നെ പോകുന്നുണ്ട്. ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ കയറി അങ്ങ് പോവുകയാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ചിലതൊക്കെ ചെറിയ ഡിഫ്ലക്ഷൻസ് വരുന്നുണ്ട്, ചിലത് തട്ടി തിരിച്ചു വരുന്നുണ്ട്, അതുപോലെ തിരിച്ചു വരുന്നുണ്ട്. അത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം കൂടുതൽ ഒബ്സർവ് ചെയ്തു. അവസാനം കുറച്ച് കൺക്ലൂഷനിലെത്തി. ഇതാണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ. ഈ ഗോൾഡ് ഫോയിലിനകത്ത് നിറയെ ഗോൾഡിൻ്റെ ആറ്റംസ് ഉണ്ട്. ഈ ആറ്റത്തിന് ഒരു സെൻറ്ററുണ്ട്. ഓരോ ആറ്റത്തിനും സെൻറ്ററുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ നേരെ പോകുന്ന റേസ് ആ പോസിറ്റീവ് ആൽഫ റേസ് നേരെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിനകത്ത് കൂടുതൽ ഭാഗവും എംറ്റി ആണ്. ആറ്റത്തിൽ മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഇൻ ആൻ ആറ്റം ഈസ് എംറ്റി. അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അതുകൊണ്ടാണ് കൂടുതൽ റേസ് നേരെ പോകുന്നത്. എങ്ങും തട്ടുന്നില്ല, നേരെ പോവുകയാണ്. ഓക്കെ, കാരണം എന്താ? മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഇൻ ആൻ ആറ്റം ഈസ് എംറ്റി. ആറ്റത്തിനകത്തുള്ള കൂടുതൽ ഭാഗവും എംറ്റി ആണ്. ഇനിയോ, ഇതിൻ്റെ സെൻറ്ററിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആറ്റത്തിൻ്റെ സെൻറ്ററിലൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിന് അടുത്തേക്ക് വരുമ്പോൾ ഈ പോകുന്ന റേസ് പോസിറ്റീവാണേ. ഇവിടെ ഇരിക്കുന്നതും പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. പോസിറ്റീവും ഡിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആറ്റത്തിനൊരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിൻ്റെ പോസിറ്റീവ് ചാർജാണ്. അങ്ങോട്ടേക്ക് ആ സെൻറ്ററിന് അടുത്തേക്ക് വരുന്ന റേസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ സെൻറ്ററിലേക്ക് വരുന്ന റേസോ തട്ടി തിരിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് തട്ടി തിരിച്ചു വരുന്നത്? എന്തുകൊണ്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്? എന്തുകൊണ്ടാണ് സ്ട്രേറ്റ് ലൈനിൽ പോകുന്നത്? മനസ്സിലായോ? സ്ട്രേറ്റ് ലൈനിൽ പോകുന്നത് ആറ്റത്തിലെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഇൻ ആൻ ആറ്റം ഈസ് എംറ്റി. സോ മോസ്റ്റ് ഓഫ് ദ റേസ് ട്രാവൽ വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ. പക്ഷെ ചിലത് മാത്രം തട്ടി തിരിച്ചു പോകുന്നു. ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിന് കാരണം ആറ്റത്തിനൊരു സെൻറ്റർ ഉണ്ട്. ആറ്റം ഹാസ് എ സെൻറ്റർ. ഇറ്റ് ഈസ് കോൾഡ്, അദ്ദേഹം ഒരു പേര് വിളിച്ചു. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. എന്താണ്? ന്യൂക്ലിയസ്. നമ്മൾ വേറെ ന്യൂക്ലിയസ് പഠിച്ചിട്ടുണ്ട് ആറ്റത്തിൻ്റെ കാര്യത്തിൽ, ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ആ ന്യൂക്ലിയസ് അല്ല ഈ ന്യൂക്ലിയസ്, ഇത് വേറെ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് എന്നുള്ള പേര് വിളിച്ചു. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സെൻറ്ററാണ്. ആറ്റത്തിൻ്റെ സെൻറ്റർ പാർട്ടിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ചാർജ് ഏതാണ്? അപ്പോൾ പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ആവണമെങ്കിൽ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡാണ്. ആ ന്യൂക്ലിയസിനകത്തുള്ള പോസിറ്റീവ് ചാർജിന് കാരണക്കാരൻ ആരാണ്? പ്രോട്ടോൺ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് റുദർഫോർഡിന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതെല്ലാം കൂടെ വെച്ചിട്ട് റുദർഫോർഡ് ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കി. ആറ്റം മോഡലിനെ പറയുന്ന പേരാണ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ.
അല്ലെങ്കിൽ മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. ആ റുദർഫോർഡിൻ്റെ മോഡൽ ഓഫ് ആറ്റം അനുസരിച്ച് സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസ് ആണ്, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ആണ് അവിടെ ഇരിക്കുന്നത്. ഇതിന് ചുറ്റും ചില പാത്തുകളുണ്ട്. ഈ പാത്തിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് അല്ലേ? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നടുക്ക് സണ്ണുണ്ട്. ഇവിടെ ആറ്റത്തിലോ ന്യൂക്ലിയസ് ഉണ്ട്. സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയോ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കുഞ്ഞാറ്റത്തിലും ഏറ്റവും വലിയ സോളാർ സിസ്റ്റത്തിലും ഒരേപോലെ തന്നെയാണ് അല്ലേ? അതിൻ്റെ സ്ട്രക്ചർ ഒരേപോലെ തന്നെയാണ്. ഇതാര് കണ്ടെത്തി? റുദർഫോർഡ് കണ്ടെത്തി. ഓക്കെ, പക്ഷേ ഇതിന് ചില ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ചില ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ കറക്റ്റായിട്ട് സയൻറ്റിസ്റ്റുകൾ ഈ സയൻസിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോണം കൂടെ വലിയ കാര്യമായിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോണം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് സയൻറ്റിസ്റ്റുകൾ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. സയൻസിൻ്റെ പ്രത്യേകത, സയൻസിന് എല്ലാത്തിനും പ്രൂഫ് വേണം. ഓക്കെ, അപ്പോൾ സയൻസിന് പ്രൂഫ്, ഇതിൻ്റെ കാര്യം എന്താണ് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് എനർജി വേണം. നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിന് ചുറ്റും കുറേ തവണ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആദ്യമൊക്കെ നമ്മൾ നല്ലതുപോലെ ഓടും. പക്ഷേ പതിയെ നമ്മുടെ എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു വീഴും. ഇതേപോലെ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇലക്ട്രോൺസിന് എനർജി വേണം. ഈ എനർജി ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകും. ഈ തീർന്നു പോകുന്ന എനർജി തീർന്നു പോയി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. അത് നേരെ എങ്ങോട്ടേക്ക് വീഴും? ന്യൂക്ലിയസിലേക്ക് വീണു പോവും. ആറ്റം അൺസ്റ്റേബിൾ ആവും. പക്ഷേ ഇത് സംഭവിക്കുന്നില്ല. ആറ്റം സ്റ്റേബിളാണ്. അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡിന് കഴിഞ്ഞില്ല. സോ ദാറ്റ് ഇസ് ദ ലിമിറ്റേഷൻ ഓഫ് റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. മനസ്സിലായോ? കഥ പോലെ ഓർത്തിരുന്നാൽ മതി, വളരെ സിമ്പിളാണ്. അതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളാരാണെന്ന് അറിയാമോ? അതാണ് നീൽസ് ബോർ. അന്ന് പറയാം ഇലക്ട്രോൺസ് കറങ്ങണമെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എനർജി വേണം. എനർജി ഉപയോഗിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? എനർജി നഷ്ടപ്പെടും. എനർജി ലോസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് നേരെ ന്യൂക്ലിയസിലേക്ക് വീഴും. ന്യൂക്ലിയസിലേക്ക് വീണാൽ സംഭവിക്കും? അൺസ്റ്റേബിൾ ആവും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? റുദർഫോർഡിന് പറ്റിയില്ല. ദാറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ദ ലിമിറ്റേഷൻ ഓഫ് റുദർഫോർഡ്സ് മോഡൽ. ഓക്കെ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നീൽസ് ബോർ ആണ്. അത് നമുക്ക് പഠിക്കാം. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ന്യൂട്രോൺസ് ഉണ്ട്. ന്യൂട്രോൺസിനെ കണ്ടുപിടിച്ച ജെയിംസ് ചാഡ്വിക് ആണ്. ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ടെന്ന് റുദർഫോർഡ് കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ ഒരു പാർട്ടിക്കിളൂടെ ഉണ്ട്, അത് ന്യൂട്രോൺ ആണെന്ന് ആര് കണ്ടുപിടിച്ചു? ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളുണ്ട്, അതിൻ്റെ പേര് ന്യൂട്രോൺ എന്നാണ്. പേര് കൊടുത്തു? ജെയിംസ് ചാഡ്വിക്ക് പേര് കൊടുത്തു. അപ്പോൾ 3 എണ്ണമായി: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. 3 കണ്ടുപിടിച്ചു. നമുക്ക് റുദർഫോർഡിൻ്റെ മോഡലിൽ ചില ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. കാരണം ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എനർജി അതിനെ നഷ്ടപ്പെടും. എന്നിട്ട് ആ ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് നേരെ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വീഴുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി റുദർഫോർഡിന് കഴിഞ്ഞില്ല. അതായിരുന്നു ആദ്യത്തെ റുദർഫോർഡിൻ്റെ മോഡൽ ഓഫ് ആറ്റത്തിലുണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് അല്ലേ? അപ്പോൾ അതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് നീൽസ് ബോർ എന്ന് പറയുന്ന അടുത്ത സയൻറ്റിസ്റ്റ്. അതാണ് നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ബോർ മാതൃക എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീൽസ് ബോർ ഇത് കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് കുറച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡെഫിനേഷൻസ്, അതിന് കുറച്ച് പോസ്റ്റുലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ന്യൂക്ലിയസ്. അപ്പോൾ റുദർഫോർഡ് പറഞ്ഞ അതേ രീതി തന്നെയാണ്. ഞാൻ എളുപ്പത്തിലങ്ങ് പറഞ്ഞുതരാം എന്താണെന്ന്. അതായത് ഈ റുദർഫോർഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആറ്റത്തിനൊരു സെൻറ്റർ ഉണ്ട്. ദാറ്റ് സെൻറ്റർ ഈസ് കോൾഡ് ന്യൂക്ലിയസ് അല്ലേ? എല്ലാ ആറ്റത്തിനും ഒരു സെൻറ്റർ ഉണ്ട്, അതിന് ന്യൂക്ലിയസ്. നമുക്ക് ന്യൂക്ലിയസിനെ ഇങ്ങനെ വരയ്ക്കാം. ഇനി ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ചില പ്രത്യേക പാത്തുകളുണ്ട്, പ്രത്യേക വഴികളുണ്ട്. ഈ പാത്തിനെ നമ്മൾ ഓർബിറ്റ് എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഇത് ഇലക്ട്രോൺസ് ഈ ഓർബിറ്റിലാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീൽസ് ബോർ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നീൽസ് ബോർ പറഞ്ഞത് ഇതിനെ ഒരു പേര് വിളിച്ചു, എനർജി ലെവൽസ് എന്ന് വിളിച്ചു. എന്താണ് എനർജി ലെവൽസ്? അതായത് ഈ ഒരു പാത്തിന് ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടാവും. ഒരു ഇലക്ട്രോൺ ഇപ്പോൾ ഈ പാത്തിൽ കറങ്ങുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ എനർജി, അടുത്ത പാത്തിൽ കറങ്ങുമ്പോൾ മറ്റൊരു പർട്ടിക്കുലർ എനർജി. അങ്ങനെ ഓരോ ഷെല്ലിനും, അല്ലെങ്കിൽ ഷെല്ലെന്ന് പറയും കേട്ടോ, ഈ ഓർബിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഷെല്ല്.
അതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് എനർജി ലെവൽസ് എന്നൊക്കെ പറയും. ഓക്കെ, എന്തായാലും ഈ ഓരോ ഷെല്ലിനും ഓരോ പെർട്ടിക്കുലർ എനർജി ഉണ്ട് എന്ന് ആര് പറഞ്ഞു? നീൽസ് ബോർ പറഞ്ഞു. ഈ ഒരു ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ എനർജി ലെവലിൽ കറങ്ങുമ്പോൾ അതിൻ്റെ എനർജി സ്റ്റേഷനറി ആയിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഈ ഷെല്ലുകൾ നമുക്ക് മെയിനായിട്ടും 4 ഷെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. KLMN എന്നിങ്ങനെ 4 ഷെല്ലുകൾ നമുക്ക് പഠിക്കാനുണ്ട്. KLMNO അങ്ങനെ പോകും. അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഇടുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 എന്നിങ്ങനെ നമ്പർ പോകും. 1 2 3 4 5 അങ്ങനെ പോകും. അതായത് കെ ഷെല്ലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 1 ആണ്, എല്ലിന് 2, അതുപോലെ എമ്മിന് 3 അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഷെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പാത്ത്, അല്ലെങ്കിൽ ഓർബിറ്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് എനർജി ലെവൽ, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് സ്റ്റേഷനറി എനർജി ലെവൽ, ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയോ നടുക്കുള്ള ന്യൂക്ലിയസിലാണ് എന്തൊക്കെ കാണുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നത്. ഇത് നമ്മുടെ നീൽസ് ബോർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എനർജി ഉള്ള ഷെല്ലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ എനർജി ആ ഇലക്ട്രോണിൻ്റെ എനർജി നഷ്ടപ്പെടുന്നില്ല, അത് സ്റ്റേഷനറി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനി അതിൻ്റെ പേരുകൾ നമ്മൾ വിളിച്ചു KLMN. അപ്പോൾ ഇങ്ങനെ ഓരോ ഷെല്ലിനകത്തും അറേഞ്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് ആണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അടുത്ത ഷെല്ലിൽ വേറെ ഏതെങ്കിലുമൊക്കെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതാണ് ആര് പറഞ്ഞത്? നീൽസ് ബോർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഷെൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഷെല്ലിനെ KLMN എന്നിങ്ങനെ 4 ഷെല്ലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതിൽ ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെ പൊസിഷൻ, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ് നമുക്കറിയാം. ഈ പ്രോട്ടോൺ എവിടെയാണ് കാണുന്നത്? പ്രോട്ടോൺ കാണുന്നത് നമ്മുടെ ന്യൂക്ലിയസിലാണ്. ന്യൂട്രോൺ കാണുന്നതും എവിടെ തന്നെയാണ്? ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺ കാണുന്നത് ഓർബിറ്റിലാണ്. ഇലക്ട്രോൺ ഓർബിറ്റിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ ബോർ മോഡൽ. ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ബോർ മോഡൽ കാണാതെ പഠിക്കാനുള്ള സെക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഈ ബോർ മോഡൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നത് വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും മനസ്സിലായതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചോളുക. നമ്മുടെ ഷെല്ലിൻ്റെ കാര്യമൊന്നും മറന്നു പോകരുത്. അടുത്തൊരു ടേം നമ്മുടെ ജീവിതകാലത്തിൽ എന്ത് കെമിസ്ട്രി പഠിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അടുത്തൊരു ടേമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയും. അറ്റോമിക് നമ്പർ, അതായത് നിങ്ങളുടെ എല്ലാം ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ക്ലാസ് നമ്പർ കാണുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ആധാർ നമ്പർ കാണുമല്ലോ. ഈ ആധാർ നമ്പറുള്ള ആളുകളുടെ ഒരാൾക്ക് ഒരു ആധാർ നമ്പർ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ക്ലാസ് നമ്പർ, അങ്ങനെയല്ലേ തരുന്നത്? നിങ്ങളുടെ ക്ലാസ്സിൽ ഒരേ ക്ലാസ് നമ്പറിൽ 2 പേര് കാണുമോ? ഇല്ലല്ലോ. നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണ് നമ്മുടെ ക്ലാസ് നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നൊക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മുടെ എലമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു നമ്പറുണ്ട്. എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു? 118 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 118 എലമെൻറ്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മീൻസ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അതിനൊരു പൊസിഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ നമ്പേഴ്സ് ഇതിന് കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 118 വരെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഈ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് ഈ പറഞ്ഞ എലമെൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ടേബിളിൻ്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്റർ ഫുള്ള് നമുക്കതാണ് പഠിക്കാനുള്ളത്. പീരിയോഡിക് ടേബിൾ എന്ന് പറയും. ഓക്കെ, ഈ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് എലമെൻസിനെ എല്ലാത്തിനും. എലമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഹീലിയം, അല്ലേ, ഗോൾഡ്, സിൽവർ, പൊട്ടാസ്യം, സോഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എലമെൻറ്റ്സ് നമുക്കറിയാം. ഇങ്ങനെ 118 എലമെൻറ്റ്സ് ഉണ്ട്. ഹൈഡ്രജനിൽ തുടങ്ങി ഒഗനേസൺ എന്ന് പറഞ്ഞ 118ാമത്തെ എലമെൻറ്റ് വരെ നീണ്ടു നിൽക്കുന്ന സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ ആൾ ഹൈഡ്രജനാണ്. അറ്റോമിക് നമ്പർ 1 ഉള്ളതാരാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ, 2 ഹീലിയം, 3 ലിഥിയം, ബെറിലിയം, ബോറോൺ, അങ്ങനെ നീണ്ടു പോകും. ഓക്കെ, അതാണ് അറ്റോമിക് നമ്പർ. ഇനി എങ്ങനെയാണ് ഈ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. 1ാമത്തെ ആളാണ് ഹൈഡ്രജൻ. അതിൻ്റെ അർത്ഥം ഹൈഡ്രജൻ്റെ അകത്ത് ഒരു പ്രോട്ടോൺ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ആറ്റത്തിലെ പ്രോട്ടോൺ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടേ. എത്ര പ്രോട്ടോൺ ഉണ്ടോ ആ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണം, അതാണ് അറ്റോമിക് നമ്പർ. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് അറ്റോമിക് നമ്പർ. ഓർത്തിരിക്കുക, നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം തന്നെ ആയിരിക്കും, നമ്മുടെ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും.
ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും നോർമൽ കേസിൽ ഒരു ആറ്റത്തിൽ ഈക്വൽ തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെയിം തന്നെ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിൽ പ്രോട്ടോണിൻ്റെ എണ്ണം അത് മാറില്ല, അതായത് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഇലക്ട്രോൺ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ വ്യത്യാസം വരാം. അതുകൊണ്ട് ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആറ്റം ഈസ് കോൾഡ് ആറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് ആണ് അറ്റോമിക് നമ്പറിനെ റെപ്രസെൻറ്റ് തെറ്റിപ്പോരുത്. അറ്റോമിക് നമ്പർ എപ്പോഴും എഴുതുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ്. അപ്പോൾ എച്ചിൻ്റെ താഴെ 1 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എച്ചിൻ്റെ അറ്റോമിക് നമ്പർ 1 എന്നാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഇതിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്, ഇതിൽ പ്രോട്ടോണിൻ്റെ എണ്ണവും 1 ആണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, താഴെ താഴെ ഒരു 11 എഴുതി കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റൂടെ? അതിലെ പ്രോട്ടോണിൻ്റെ എണ്ണം 11 ആണ്, അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 11 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. അതായത് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്, താഴെ 17 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്, ക്ലോറിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം 17 ആണ്, ക്ലോറിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 17 ആണ്. ഇതാണ് അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ വേറൊരു നമ്പർ കൊടുത്തിട്ട് H11 മേളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ മേളിൽ കൊടുത്തിട്ടുള്ള നമ്പറാണ് മാസ് നമ്പർ. എന്താണ് മാസ് നമ്പർ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ എണ്ണമാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ എണ്ണമാണ് ഈ കൊടുത്തിട്ടുള്ള മാസ് നമ്പർ. പ്രോട്ടോണിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അതാണിത് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലായി കാണും. അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം, മാസ് നമ്പർ ഈസ് ദ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിൻ്റെ ആകത്തുക അല്ലെങ്കിൽ സമ്മിനെ പറയുന്ന പേരാണ് എന്ത്? മാസ് നമ്പർ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം നമുക്ക് അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ അറിയാം, ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? രണ്ടും അറ്റോമിക് നമ്പർ തന്നെ എഴുതിയാൽ മതി. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം ഒരു കണിക കൊണ്ടുണ്ടല്ലോ, ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇസഡ് മൈനസ് അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അങ്ങ് ചെയ്താൽ മതി. മാസ് നമ്പറിൽ നിന്ന് മേലത്തെ നമ്പറിൽ നിന്ന് താഴത്തെ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. മാസ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് എ കൊണ്ടാണ്. അപ്പോൾ എ മൈനസ് ഇസഡ് എന്നും പറയാം, എ മൈനസ് ഇസഡ്. അതായത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, മേളിലത്തെ നമ്പറിൽ നിന്ന് താഴത്തെ നമ്പർ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലോറിൻ 1734 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്, ഇതിൻ്റെ മാസ് നമ്പർ 34 ആണ്. തെറ്റിപ്പോരുത്, അറ്റോമിക് നമ്പർ 17 ആണ്, മാസ് നമ്പർ 34 ആണ്. പിന്നെയോ ഇതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണം 17 ആണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം 17 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 34 നിന്ന് 17 സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, അതും 17 തന്നെ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം കണ്ടുപിടിക്കുന്നത്. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അറ്റോമിക് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം, മാസ് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം. അറ്റോമിക് നമ്പറിനെ താഴെ എഴുതും, ലെഫ്റ്റ് സൈഡിൽ എഴുതും, ഇസഡ് ആണ് അതിൻ്റെ ലെറ്റർ. മാസ് നമ്പറിനെ മേളിൽ എഴുതും, ലെഫ്റ്റ് സൈഡിൽ എഴുതും, എ ആണ് അതിൻ്റെ ലെറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ അറ്റോമിക് നമ്പറായി, മാസ് നമ്പറായി, നമ്പർ ഓഫ് പ്രോട്ടോൺ കണ്ടുപിടിക്കാൻ അറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ അറിയാം, നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ? ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മേളിലത്തെ നമ്പറിൽ നിന്ന് താഴത്തെ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിൽ കിടപ്പുണ്ട്. ഓക്കെ. ഇതിൻ്റെ ഡെഫിനേഷൻ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാവുന്ന ഒരു സെക്ഷനുമാണ് ഈ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് ഒക്കെ എഴുതാനും വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നടുക്ക് ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. നമ്മുടെ റുദർഫോർഡ് കണ്ടുപിടിച്ച കാര്യമാണ് അല്ലേ? റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ റുദർഫോർഡ് കണ്ടുപിടിച്ച കാര്യമാണ്. ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനുശേഷം വന്ന സയൻറ്റിസ്റ്റുകളെല്ലാം കൂടെ അവസാനം ഒരു കൺക്ലൂഷനിലെത്തി. എന്താണ്? ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും നിറഞ്ഞിരിക്കുകയാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ന്യൂട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും. ഇനി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മുടെ സോളാർ സിസ്റ്റം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്ലാനറ്ററി മോഡൽ എന്നാണ് പറയുന്നത്. പ്ലാനറ്ററി മോഡൽ. ഇതിനകത്ത് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാ, ഇവിടെയൊക്കെ ആയിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയും. ഓക്കെ. അതെങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കറിയാം, ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും നടുക്ക് ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഈ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലുകളുണ്ട് എന്ന് നീൽസ് ബോർ പറഞ്ഞു. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രോൺ കറങ്ങുന്ന പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റ്,
അതിന് നമ്മളൊരു പേര് പഠിച്ചു. എന്തൊക്കെയാണ്? കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഒ അങ്ങനെ പോകും അല്ലേ? കെ എൽ എം എൻ അങ്ങനെ പോകും, കെ എൽ എം എൻ ഒ അങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഈ ഷെല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെല്ലിനകത്ത് വെക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഓരോ ഷെല്ലിലും വെക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഓരോ ഷെല്ലിലും വെക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നോക്കാം. കെ ഷെല്ലിൽ വെക്കാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. കെയിൽ നമുക്ക് 2 ഇലക്ട്രോൺ വെക്കാൻ പറ്റും മാക്സിമം. ഓക്കെ, എല്ലിലാണെങ്കിൽ 8 ഇലക്ട്രോൺ, അതിൽ കുറവ് വയ്ക്കാം, കൂടാൻ പാടില്ല. എമ്മിലാണെങ്കിൽ 18 ഇലക്ട്രോൺ വെക്കാം, എന്നിലാണെങ്കിൽ 32 ഇലക്ട്രോൺ വെക്കാം. ഇങ്ങനെയാണ് ഈ ഷെല്ലിൽ അറേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഷെല്ലിനകത്ത് വെക്കാൻ പറ്റുന്ന, ഓരോ ഷെല്ലിലും ഓരോ എനർജി ലെവലിലും വെക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 എന്നിങ്ങനെയാണ്. ഓക്കെ, ഇതിൽ ഡൗട്ടില്ലല്ലോ. ഇനി അഥവാ ഡൗട്ടുള്ളവർ ഇങ്ങനെ കാണാതെ പഠിക്കുക. കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ഈ 2n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. 2n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ ഈ ഷെല്ലിൻ്റെ നമ്പറാണ്, n ഷെല്ലിൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ കെയുടെ നമ്പർ 1 ആണ്, എല്ലിൻ്റെത് 2, 3, 4. ഇപ്പോൾ ഇവിടെ എന്നിന് പകരം നമ്മൾ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 × 1² 2 കിട്ടും, 2 × 2² 8 കിട്ടും, 2 × 3² 18 കിട്ടും, 2 × 4² 32 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇത് കാണാതെ പഠിക്കുക. എങ്ങനെയാണെങ്കിലും പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് അറിയാമെങ്കിൽ മാത്രമേ ഈ ഷെല്ലിനകത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാൻ പറ്റൂ. ഇനി അങ്ങോട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് ഇനി നമുക്ക് ഇനിയുള്ള ചാപ്റ്ററുകളിലും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സെക്ഷൻസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചാൽ മതി. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കെയിൽ എത്ര, എല്ലിൽ എത്ര, എമ്മിൽ എത്ര, എന്നിൽ എത്ര എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് എലമെൻറ്റ് ആദ്യത്തെ ഒരു 20 എലമെൻറ്റ്സിൻ്റെ കാര്യം കാണാതെ പഠിച്ചേക്കണം. ആദ്യത്തെ 20 എലമെൻറ്റിൻ്റെ പീരിയോഡിക് ടേബിൾ എടുക്കുക. ആദ്യത്തെ 20 എലമെൻറ്റ് മിനിമം കേട്ടോ, മൊത്തം പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. 118 എലമെൻറ്റ് പഠിക്കാൻ പറ്റുന്നവർക്ക് 118 എലമെൻറ്റും പഠിക്കാം. ഇനി 50 എണ്ണം പഠിക്കാൻ പറ്റുന്നവർക്ക് 50 എണ്ണം പഠിക്കാം. മിനിമം അറ്റ്ലീസ്റ്റ് 20 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കുക. അതിൻ്റെ എന്തൊക്കെ പഠിക്കണം? അറ്റോമിക് നമ്പർ പഠിക്കണം, പേര് പഠിക്കണം, സിമ്പിൾ പഠിക്കണം. അറ്റോമിക് നമ്പർ, പേര്, സിമ്പിൾ. എക്സാമ്പിളായിട്ട് 11ാമത്തെ എലമെൻറ്റ് സോഡിയം ആണെന്നറിയണം, സോഡിയത്തിൻ്റെ സിമ്പിൾ Na ആണെന്നറിയണം. ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ എലമെൻറ്റ് പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ നമ്പറുകാരൻ, 1ാമത്തെ പേരുകാരൻ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഈ താഴെ എഴുതിയേക്കുന്ന നമ്പർ 1, അറ്റോമിക് നമ്പർ 1, മാസ് നമ്പർ 1. നമുക്കിപ്പോൾ അറ്റോമിക് നമ്പർ മാത്രം മതി, മാസ് നമ്പർ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് എഴുതി. ഈ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് കാണും. അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും ഇലക്ട്രോൺസ് ആയിരിക്കും കാണുന്നത്. അതായത് ഒരു അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ അതിൽ 1 ഇലക്ട്രോൺ, ആ 1 ഇലക്ട്രോൺ മാത്രമാണ് അതിൽ ഉള്ളത്, 1 ഇലക്ട്രോൺ. അതിനെ നമ്മൾ 1 എന്നങ്ങ് എഴുതി. ആ 1 ഇലക്ട്രോണിനെ നമ്മൾ എവിടെ വയ്ക്കും? ദാ ഫസ്റ്റ് ഷെല്ല്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഇതിൽ ഫസ്റ്റ് ഷെല്ല് നമ്മൾ ആ 1 ഇലക്ട്രോണിനെ അങ്ങ് വെച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഫസ്റ്റ് ഷെല്ലിൽ നമ്മൾ 1 ഇലക്ട്രോണിനെ അങ്ങ് വെച്ചു. മനസ്സിലായോ? കെ ഷെല്ലിൽ വെക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ എലമെൻറ്റ് ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഞാൻ മാസ് നമ്പറിൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ പറയുന്നില്ല. മാസ് നമ്പറും കൂടെ അറിയാമെങ്കിൽ നമുക്ക് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം എടുത്തിട്ട് നടുക്ക് ന്യൂക്ലിയസിൽ എഴുതാം. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ 1 പ്രോട്ടോൺ 0 ന്യൂട്രോൺ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇലക്ട്രോൺ മാത്രം പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മൾ പറയുന്നത്. ഇത് ഡയഗ്രമാണ്, അതായത് ബോർ മോഡൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോൺ ഡയഗ്രം എന്നും പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ തൽക്കാലം ന്യൂക്ലിയസിനകത്തുള്ള നമ്പേഴ്സ് എഴുതുന്നില്ല. നിങ്ങൾ ഓർത്തിരിക്കുക, എഴുതേണ്ടത് എങ്ങനെയാണ്? മാസ് നമ്പർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണും ന്യൂട്രോണിൻ്റെ എണ്ണം എടുക്കുക, ആ എണ്ണം ഇവിടെ എഴുതുക. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹീലിയത്തിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 2 ഇലക്ട്രോണിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏത് ഷെല്ലിൽ വയ്ക്കും? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ 2 ഇലക്ട്രോണിനെ അങ്ങ് വയ്ക്കുക. അതായത് ഹീലിയത്തിൻ്റെ സ്ട്രക്ചർ ഇതതിൻ്റെ ന്യൂക്ലിയസ് ആണ്, ഇതിൻ്റെ ഫസ്റ്റ് ഷെല്ലാണ്. 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു വെച്ചു. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയി. കെ ഷെല്ലിലെ 1ാമത്തെ റൗണ്ടിൽ വയ്ക്കാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. അത് ഫില്ലായി. ഓക്കെ, അതിൽ 2 ഇലക്ട്രോണേ മൊത്തം ഉള്ളൂ. 3ാമത്തെ ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഷെല്ല് നമുക്ക് എത്ര എണ്ണം വയ്ക്കാം? ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പരമാവധി എണ്ണം 2 ആണ്. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? മൊത്തം ഇലക്ട്രോൺ 3 ആണ്. കാരണം അറ്റോമിക് നമ്പർ 3 ആയതുകൊണ്ട്
ഇലക്ട്രോണിൻ്റെ എണ്ണവും 3 ആണ് അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോണിനെ ആദ്യത്തെ ഷെല്ലിൽ വെച്ചു, ബാക്കി ഇലക്ട്രോൺ ഒന്ന് ഒരു ഇലക്ട്രോണിനെ രണ്ടാമത്തെ ഷെല്ലിൽ അങ്ങ് വെച്ചു. അതായത് ഇങ്ങനെ വരും, ഇതിൻ്റെ ന്യൂക്ലിയസ് ആണ്, ഇത് ഫസ്റ്റ് ഷെല്ല്, ഒന്നാമത്തെ ഷെല്ല് നമ്മൾ 2 ഇലക്ട്രോൺ അങ്ങ് വെച്ചു. രണ്ടാമത്തെ ഷെല്ല് നിങ്ങൾ കോമ്പസൊക്കെ വെച്ച് വൃത്തിയായിട്ട് വരയ്ക്കണേ. രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണിനെയും വെച്ചു. അപ്പോൾ ഇതാണ് ലിഥിയത്തിൻ്റെ സ്ട്രക്ചർ. നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് പറയുകയാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇതിൻ്റെ സ്ട്രക്ചറും ഒരുമിച്ചങ്ങ് പറയുകയാണ്. മനസ്സിലായി വെക്കുന്നത് എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് അഞ്ചാമത്തെ ബോറോൺ നോക്കാം. ബോറോൺ B5 5 ആണ് ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ. ഈ 5 5 അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ 5 ഇലക്ട്രോൺസ് കാണും. 5 ഇലക്ട്രോൺ വരുമ്പോഴത്തേക്കും ആദ്യത്തെ 2 ഇലക്ട്രോണിനെ K ഷെല്ലിൽ വെച്ചു, ബാക്കിയുള്ള 3 ഇലക്ട്രോൺ ഉണ്ട്, ആ 3 ഇലക്ട്രോണിനെ L ഷെല്ലിൽ വെച്ചു. അപ്പോൾ 2 3 എന്ന് വരുന്നത്. എങ്ങനെ ബോറോൺ വരയ്ക്കാം? ന്യൂക്ലിയസ് വരച്ചു, ഫസ്റ്റ് ഷെല്ല് വരച്ചു, അതിലേക്ക് 2 ഇലക്ട്രോണിനെ വെച്ചു, സെക്കൻഡ് ഷെല്ല് വരച്ചു, അതിലേക്ക് നമ്മൾ 3 ഇലക്ട്രോണിനെ വെച്ചു. ഇതാണ് ബോറോൺ. ഇത്രയും വളരെ സിമ്പിളാണ്, എളുപ്പമല്ലേ. ഇതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഇതിനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും, ഇതിനെ ഡയഗ്രാം എന്ന് പറയും. ഇലക്ട്രോൺ ഡയഗ്രാം അല്ലെങ്കിൽ ബോർ മോഡൽ എന്നൊക്കെ പറയും, ബോർ മോഡൽ ഓഫ് ആറ്റം എന്നൊക്കെ പറയും. ഓക്കെ, നമുക്ക് വേറെ കുറച്ചും കൂടെ വലിയൊരെണ്ണം നോക്കാം. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ സോഡിയം നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 11 ആണ്. 11 ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 11 ഇലക്ട്രോൺ ആകുമ്പോൾ ആദ്യത്തിൽ 2 ഇലക്ട്രോൺ വയ്ക്കാം, രണ്ടാമത്തിൽ എത്ര എണ്ണം വയ്ക്കും? രണ്ടാമത്തിൽ 8 ഇലക്ട്രോൺ വയ്ക്കാം, മൂന്നാമത്തിൽ എത്ര എണ്ണം വയ്ക്കും? 8 × 2 10 കഴിഞ്ഞാൽ ബാക്കി 1 ഇലക്ട്രോൺ, അത് മൂന്നാമത്തിൽ വയ്ക്കാം. മനസ്സിലായോ? എങ്ങനെ വരയ്ക്കും? ആദ്യം ഒരു ന്യൂക്ലിയസ് വരച്ചു, അതിനകത്ത് 2 ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിൽ വെച്ചു, കെയിൽ വെച്ചു. അടുത്തത് എല്ലിൽ എത്ര എണ്ണം വയ്ക്കും? 8 എണ്ണം. 3 4 5 6 7 8. വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാനിത് റഫായിട്ട് വരച്ച് പോകുന്നേ ഉള്ളൂ. 1 ഇവിടെ വെച്ചു. കോമ്പസൊക്കെ വെച്ച് വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാനിത് പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഞാൻ കോമ്പസൊക്കെ വെച്ച് വരയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയപ്പോൾ നിങ്ങൾ ബോറടിച്ച് നിങ്ങൾ കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വീഡിയോ കാണാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് വരയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കോമ്പസ് വെച്ചൊക്കെ വരയ്ക്കണം. അപ്പോൾ ഇതാണ് സോഡിയത്തിൻ്റെ സ്ട്രക്ചർ 2 8 1. ഇനി നമുക്ക് ക്ലോറിൻ ഒന്ന് വരച്ച് നോക്കാം. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 17 ആണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 17ാമത്തെ ക്ലോറിൻ വരയ്ക്കുമ്പോഴത്തേക്ക് എങ്ങനെ വയ്ക്കാം? അതിൽ ഫസ്റ്റ് ഓർബിറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 7, 8 × 2 10, 7 17 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയസ് വരച്ചു, ഫസ്റ്റ് ഷെൽ വരച്ചു, അതിൽ 2 ഇലക്ട്രോൺ വെച്ചു, സെക്കൻഡ് ഷെൽ വരച്ചു, അതിൽ 8 ഇലക്ട്രോൺസ് വെച്ചു, 4 5 6 7 8 വെച്ചു. മൂന്നാമത്തത് വരച്ചു, അതിൽ എത്ര എണ്ണം വയ്ക്കണം? 7 1 2 3 4 5 6 7 എണ്ണം വെച്ചു. ഇതാണ് ക്ലോറിൻ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അല്ലേ. അതിൻ്റെ എണ്ണം അറിയാമെങ്കിൽ, അവിടെ എത്ര എണ്ണം ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമെങ്കിൽ ഈസിയായിട്ട് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വെക്കാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറയുന്ന മറ്റൊരു പേര് വാലൻസ് ഷെൽ എന്നാണ്. വാലൻസ് ഷെൽ. ഔട്ടർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് 3ാമത്തെ ഷെല്ലാണ്. ഈ 3ാമത്തെ ഷെല്ലാണ് ബാലൻസ് ഷെൽ എന്നും പറയുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ബാലൻസ് ഷെൽ എന്ന്. പലർക്കും സംശയം പറയുന്നതാണ് എന്താണ് ബാലൻസ്ഡ്, വേറെ എങ്ങും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ഏറ്റവും അവസാനത്തെ നമ്പറാണ് ബാലൻസ് ഷെൽ, അല്ലെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയാം, ഏറ്റവും അവസാനം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാലൻസ് ഷെല്ലിൽ വരാവുന്ന പരമാവധി എണ്ണം 8 ആണ്. ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ പൊട്ടാസ്യത്തിൻ്റെ ഒന്ന് എഴുതി നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. പൊട്ടാസ്യം K 19 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. 19 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തേതിൽ 2 ഇലക്ട്രോൺ വെച്ചു അല്ലേ, രണ്ടാമത്തേതിൽ 8 ഇലക്ട്രോൺ വെച്ചു, 8 × 2 10 ആയി. ഇനി എത്ര എണ്ണം നമ്മുടെ കയ്യിലുണ്ട്? 10 കഴിഞ്ഞാൽ പിന്നെ 9 എണ്ണം അല്ലേ. മൂന്നാമത്തേതിൽ നമുക്ക് 18 എണ്ണം വരെ മാക്സിമം വെക്കാം. അതുകൊണ്ട് എല്ലാവരും എഴുതും ഇവിടെ 9 എന്ന്. പക്ഷേ ആക്ച്വലി ഇവിടെ 9 അല്ല, അവിടെ 9 അല്ല. പിന്നെയോ നമ്മുടെ ഒരു നിയമമുണ്ട്, അവസാനത്തെ ഷെല്ലിൽ, അതിപ്പോൾ ഏതാണെങ്കിലും K ആണോ M ആണോ L ആണോ N ആണോ O ആണോ ഏത് ഷെല്ലാണെങ്കിലും ലാസ്റ്റ് ഷെല്ല് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അതിൽ 8 എണ്ണേ പരമാവധി മാക്സിമം 8 എണ്ണേ വയ്ക്കാൻ പറ്റൂ. അതൊരു നിയമമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര എണ്ണം വയ്ക്കാൻ പറ്റും? ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? 2 എഴുതാം, രണ്ടാമത്തിൽ 8 വയ്ക്കാം, മൂന്നാമത്തിൽ 8 വയ്ക്കാം, ബാക്കി നമ്മൾ ഒരെണ്ണം ബാക്കിയുണ്ട്, അതെടുത്ത് 4ാമത്തെ ഷെല്ലങ്ങ് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് കാൽസ്യം 20 വരുമ്പോൾ എന്ത് വരും? 20 വരുമ്പോൾ 2 8 8 2. അതിന് കാരണം എന്താണ്? ലാസ്റ്റ് വരുന്ന നമ്പർ ഒരിക്കലും 8ൽ കൂടാൻ പാടില്ല. അതൊരു നിയമമാണ്. ഓക്കെ, അതൊരു നിയമമാണ്. അതെന്താണൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററുകളിൽ വരുമ്പോൾ പഠിക്കാം. എന്തായാലും ഇത്രയും ഓർത്തിരിക്കുക. ഇതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. വളരെ സിമ്പിളല്ലേ? സിമ്പിളാണ്. ഇനി 2 ടേമും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, അടുത്തൊരു ടേം ഈ ചാപ്റ്ററിൽ തീർന്നു. ചാപ്റ്റർ കഴിഞ്ഞു. ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അതായത്
ഐസോട്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കേണ്ട. ഐസോട്ടോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും വരുന്ന ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. ഐസോട്ടോപ്സ് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സെയിം എലമെൻറ്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. എക്സാമ്പിൾ ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ 1 മാസ് നമ്പർ വ്യത്യാസം വരും. കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലെ വ്യത്യാസമാണ്. മാസ് നമ്പറിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ന്യൂട്രോണിൻ്റെ എണ്ണത്തിലെ വ്യത്യാസം, പ്രോട്ടോൺ മാറില്ല. അപ്പോൾ ഇതിൽ മൂന്നിൻ്റെയും അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ നോക്കി ഒന്നാമതിൽ 1 2 3. കാർബൺ C6 12 ഉണ്ട്, C6 13 ഉണ്ട്, C6 14 ഉണ്ട്. ഇങ്ങനെ വരുന്നതിനാണ് ഐസോട്ടോപ്സ്. ഐസോട്ടോപ്പ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു എലമെൻറ്റ് തന്നെയായിരിക്കും, അതിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്നതാണ് ഐസോട്ടോപ്സ്. ഇനി എന്താണ് ഐസോബാർ? ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വരുമ്പോഴാണ് അതിന് ഐസോബാർ എന്ന് പറയുന്നത്. ഐസോബാർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആർഗണിൻ്റെ 1840, അതുപോലെ പൊട്ടാസ്യം 1940, കാൽസ്യം 2040. നോക്കി ഇവിടെ മൂന്നിൻ്റെയും മാസ് നമ്പർ 40 ആണ്, പക്ഷേ അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആണ്. 3 എലമെൻ്റ് ആണ്. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ 3 എലമെൻറ്റ്സ് ആണ്, 3 എലമെൻറ്റ്സ്, 3 ഡിഫറൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഇങ്ങനെ വരുന്നതിന് നമുക്ക് എന്ത് പറയാം? ഐസോബാർസ് എന്ന് പറയാം. ഐസോബാർ. അപ്പോൾ ഇതാണ് ഐസോട്ടോപ്പ് ഐസോബാർ തമ്മിലുള്ള വ്യത്യാസം. അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റും ആണെങ്കിൽ അതെന്ത് വരും? ഐസോട്ടോപ്പ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ സെയിമും അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് വരും. ഒരേ എലമെൻ്റ് ആണെങ്കിൽ ഐസോട്ടോപ്പും, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ ഐസോബാർസും. അങ്ങനെ ഓർത്തിരിക്കാം. എന്തായാലും ഇതിൻ്റെ പ്രത്യേകത, ഈ ഹൈഡ്രജൻ്റെ H11 എന്ന് പറയുന്നത് പ്രോട്ടിയം എന്ന് പറയും. പ്രോട്ടിയം. ഇത് H12 ഡ്യൂട്ടീരിയമാണ്. മറ്റേത് ട്രിഷ്യം. ഡ്യൂട്ടീരിയം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂട്ടീരിയം നമ്മൾ 8ാം ക്ലാസ്സിൽ ഹെവി വാട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും സോഫ്റ്റ് വാട്ടർ, ഹാർഡ് വാട്ടർ, ഹെവി വാട്ടറിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? അതിൽ ഹെവി വാട്ടർ ഉണ്ടാകുന്നത് ഈ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹെവി വാട്ടർ ഉണ്ടാകുന്നത്. സാധാരണ ഹൈഡ്രജൻ ആണെങ്കിൽ വാട്ടർ ഉണ്ടാവും, സാധാരണ വാട്ടർ ഉണ്ടാവും. ഇത് ഹെവി വാട്ടർ ഉണ്ടാവും. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ കൂളൻ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹെവി വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കാർബൺ 14 ആണ്. ഇവനെ ഒന്ന് പിടിച്ചോണം. കാർബൺ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയും. അതായത് ഈ ഫോസിലുകളുണ്ടല്ലോ, പണ്ടത്തെ കാലത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദിനോസറുകളുടെയും അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ, ഓർഗാനിക് ആയിട്ടുള്ള റിമെയിൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ആ കാർബൺ ഡേറ്റിംഗ് നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പാണ് C14. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14 എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ കാർബൺ ഡേറ്റിംഗ് നടത്താൻ അല്ലെങ്കിൽ ഈ ഫോസിലുകളുടെ കാലപ്പഴക്കം, ഏജ് ഓഫ് ഫോസിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഈ കാർബൺ 14. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ ഐസോട്ടോപ്സിൻ്റെ യൂസസ് ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം പഠിച്ചോണം, കാരണം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് അയഡിൻ 131 ഉണ്ട്. അതായത് തൈറോയിഡ് ഗ്ലാൻഡ്, നമ്മുടെ തൊണ്ടയിലുള്ള തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, ഈ തൈറോയിഡ് ഗ്ലാൻഡും അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ അയഡിൻ 131. യുറേനിയം ഉണ്ട്, യുറേനിയം 235. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടറുകളിലെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊബാൾട്ട് 60 ഉണ്ട്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കൊബാൾട്ട് 60. പിന്നെ സോഡിയം 24 ഉണ്ട്, ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസിലേക്ക് ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അയൺ 59 ഉണ്ട്, നമ്മുടെ അനീമിയ എന്ന് പറഞ്ഞ ഒരു അസുഖങ്ങളിൽ ഒരു ഡെഫിഷ്യൻസി ഡിസീസ്, അയണിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് അനീമിയ, അല്ലെങ്കിൽ വിളർച്ച, ക്ഷീണവും ഒക്കെ ഉള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് എന്താണ് അയൺ 59. അപ്പോൾ ഇതെല്ലാം ഈ തന്നിരിക്കുന്ന നോക്ക്, അയഡിൻ 131. നമ്മുടെ ആകെ 118 എലമെൻ്റ് അല്ലേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് 131 തന്നേക്കുന്നത്? മാസ് നമ്പറാണ്, അറ്റോമിക് നമ്പർ അല്ല കേട്ടോ. അറ്റോമിക് നമ്പറാണ് 118 വരെ, മാസ് നമ്പർ അതിൽ കൂടുതൽ വരാം. 235 ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മാസ് നമ്പറാണ് തന്നേക്കുന്നത് കേട്ടോ, അത് തെറ്റിപ്പോകരുത്. അപ്പോൾ ഇത് ഇത്രയും കാണാതെ പഠിക്കുക. ഐസോട്ടോപ്പ്, ഐസോബാർ, കുറേ എലമെൻറ്റ്സ് വന്നിട്ട് അതിനകത്ത് ഐസോട്ടോപ്സ് എഴുതാൻ പറയും, ഐസോബാർസ് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അത് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അത് ലെറ്റേഴ്സ് അസസിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക്, താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ഇട്ടിരുന്നാൽ ഞാനത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതിൻ്റെ കമൻസും ലൈക്സും ഒക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇനി അടുത്ത വീഡിയോ ചെയ്യണോ വേണ്ടേ ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്നത്. കാരണം ഇതിനകത്ത് കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ. അപ്പോൾ
എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നുണ്ടെങ്കിൽ അതും പറയാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.